വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കുമ്പിളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ചെമ്പരത്തി ചക്കപ്പഴം വെച്ചുള്ള കുമ്പിളപ്പമാണ്. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചെമ്പരത്തി വരിക്കച്ചക്കയാണിത് കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് ആദ്യം തന്നെ കുമ്പിളപ്പം അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചക്കപ്പഴം വേണ്ട ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. അതേപോലെ ഒരു തേങ്ങ ഞാൻ തിരുമിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് തിളച്ച വെള്ളവും പിന്നെ ശർക്കരപ്പാനിയുമാണ്. ശർക്കരപ്പാനി നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പം മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ ഒരു വലിയ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിൻ്റെയും അപ്പം പത്തിരിയുടെയൊക്കെ അരിപ്പൊടി മതി. 2 കപ്പ് അരിപ്പൊടി. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഓരോരുത്തരുടെയും ഈ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ബാക്കി തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. ഇനി എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കംപ്ലീറ്റ് ശർക്കര പാനിയിൽ വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പക്ഷേ മധുരം ഇച്ചിരി കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ശർക്കര പാനിയും ബാക്കി 2 കപ്പ് വെള്ളം തിളച്ച വെള്ളവുമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മളിനി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഒറ്റ സ്ട്രെച്ചിൽ പെട്ടെന്ന് നമ്മൾ കൈ വിടാതെ ഒരുമിച്ച് ഇളക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മാവെല്ലാം ഒരേ വേവിൽ കിട്ടത്തുള്ളൂ. ഇപ്പം കറക്റ്റ് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദിന് ഒരു ഇരട്ടി സ്വാദായി കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴവും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ അരിപ്പൊടിയേക്കാൾ കൂടുതൽ ചക്കപ്പഴമായിട്ട് തോന്നും, പക്ഷേ നമുക്ക് അതാണ് ഒരു സ്വാദ്. ചിലർ ഇത് ചക്കപ്പഴം അരച്ച് ചേർക്കും, ചിലർക്ക് ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് ഒരു സ്വാദായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ കുമ്പിളപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതൊന്നൊരു ചക്കപ്പഴം ചെയ്യാൻ കിട്ടും. അതായത് വെന്ത ഒരു ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. ഇതാണ് ഞാനിവിടെ അപ്പച്ചമ്പൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിത് വേവിക്കാനുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് കുമ്പിളയിലയിൽ എല്ലാം നിറച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പിളയിലയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് കുമ്പിള് കുത്തുന്നതൊന്ന് നമുക്ക് ഇതിൻ്റെ ഒരു വയണയിൽ എടുക്കുക ആദ്യം. ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുമ്പിള് പോലെ ആക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചൊരു മാവെടുക്കുക. അപ്പോൾ ഇലയുടെ അറ്റ ഭാഗം വേണം നമ്മളിങ്ങനെ കുമ്പിളാക്കാനായിട്ട്. ബാക്കി അതിൻ്റെ കണ്ടോ, എന്നിട്ട് ആ തുഞ്ച് കൊണ്ട് നമ്മുടെ ഇതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കുമ്പിളപ്പം റെഡി. ഇങ്ങനെ എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ കുമ്പിള് കുത്തുന്ന കുമ്പിളപ്പം അപ്പം തന്നെ ഇതേപോലെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ അതങ്ങ് ചെറു ചൂടിലിട്ടേക്കണം. ആവി വന്നതിന് ശേഷം നമ്മൾ ആ അപ്പച്ചമ്പിൽ വെള്ളം ചെറു ചൂടിലിട്ടേക്കണം. അന്നിങ്ങനെ ഓരോന്നും ഇങ്ങനെ കുമ്പിള് കുത്തി ഇങ്ങനെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ എല്ലാ മാവും ഇതുപോലെ കുമ്പിളയിലാക്കി അപ്പച്ചമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം അല്ലെങ്കിൽ വയണയപ്പൊക്കെ അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അസാധ്യ മണമാണ് ഈ ചക്കപ്പഴവും വയണയിലയും എല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ടാണല്ലോ കിട്ടുന്നത്. ഇതേപോലെ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കിന് അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേ പോണക്കത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.